ഇത്തിരി തണുത്തത് കഴിച്ചിട്ടാവാം ചൂടുള്ള വിശേഷങ്ങൾ. ആര്യയുടെ രണ്ട് കാലും പച്ചമണ്ണിലാണെങ്കിലും ലോകത്തിന്റെ നെറുകയിലാണ്. എപ്പോഴും ഫ്ലൈയിങ് ഓൾവേസ് അപ്പ് ഇൻ ദി എയർ. ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച പോലെ വർത്താനം പറയുന്നത്? മാലദ്വീപ്സിൽ നിന്ന് കോൺസുലേറ്റ് ജനറൽ കാണാൻ വന്നിരുന്നു. അവർക്ക് ഇംഗ്ലീഷ് അറിയുന്നത് കൊണ്ട് അങ്ങനെ Go this way, that way. Bus stop. എറണാകുളം ബസ്. Okay. ലാറ്റിൻ അമേരിക്കയിൽ നിന്നൊക്കെ ആൾക്കാർ ആര്യെ കാണാൻ വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞതായിട്ടാണ് കേട്ടത്. ജോലി എനിക്ക് IPS എന്ന് പറയുന്ന അതിനോട്, ആ യൂണിഫോമിനോട് വലിയൊരു ബഹുമാനം. അവരുടെ മാർക്കുകൾ സർവകലാശാലയിൽ പരിശോധിച്ചപ്പോഴാണ് മാത്തസിന് 0 മാർക്കാണ്. മലയാള ഗദ്യ സാഹിത്യത്തിന് 7 മാർക്കാണ്. പുതിയ ലിബിയാന്റെ പേരില്ല, പഴയ ലിബിയാനും താർത്തേനെ. അഹങ്കാരത്തിന്റെ ആൾരൂപമാണ് ആര്യ രാജേന്ദ്രൻ. അവരെ പറ്റി തോന്നിയ ദിവസം പറയരുത്. ഓ, വിശേഷം തെറ്റിയല്ലേ? പിന്നെ എന്താണാവോ ആ മാന്യ മകളാരത്നത്തിന് വിളിക്കേണ്ടത്? മലയാളത്തിന് ആശ്രയിച്ച് 100 മാർക്ക് ഒരു ദിവസം പോലെ ക്ലാസ് വന്നിട്ടില്ല. സത്യം പറ, ഇതെവിടെ ഒപ്പിച്ചു? ഇതൊക്കെ എന്ത് വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു. അപ്പൊ മഹാരാജാസിൽ പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആര്യ രാജേന്ദ്രനും ഉയർന്ന മാർക്ക് കിട്ടുമായിരുന്നു. എനിക്കെല്ലാമായി തൃപ്തിയായി. ഈ ചാക്കോ മാഷ് പറയുന്ന കണക്ക് ലോകത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലൂടെയാണ്. ഇനിയിപ്പോ തിരുവനന്തപുരം നഗരത്തിന്റെ സ്പന്ദനവും മാത്തമാറ്റിക്സിലൂടെ ആയിരിക്കും. കണക്കൂട്ടലുകൾ എല്ലാത്തിലും വേണമല്ലോ. ഇങ്ങനെയാണ് കണക്ക് 10 രൂപയ്ക്ക് എന്റെ വാപ്പ ഉണ്ടായി തരൂ. ഇയാളെ മുടിപ്പിക്കാനായിട്ട് കുടിക്കാനല്ലേ?